ഹലോ, വെൽക്കം ടു SYM ക്രിയേറ്റീവ് സ്റ്റുഡിയോ. OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 2020-21 വർഷത്തെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയം 4/9/2020 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം അപേക്ഷകർക്കും സ്കൂൾ അധികൃതർക്കും ഉള്ള നിർദ്ദേശങ്ങൾ ചുവടെ പറയുന്നു. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിദ്യാർത്ഥികളെയാണ് സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നതിനാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സമാനമായ ആനുകൂല്യം അനുവദിക്കുന്നതിനാൽ OEC വിഭാഗം വിദ്യാർത്ഥികളും OECക്ക് സമാനമായ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹരായ 30 സമുദായങ്ങളിലെ വിദ്യാർത്ഥികളും ഈ പദ്ധതിയിൽ അപേക്ഷിക്കേണ്ടതില്ല. ഒരു കുടുംബത്തിലെ പരമാവധി 2 കുട്ടികൾ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കൂടരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ 80% അതിലധികമോ സ്കോർ നേടിയിരിക്കണം. എന്നാൽ ഈ വർഷം പുതുതായി 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് ഈ മാർക്ക് നിബന്ധന ബാധകമല്ല. എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ 2019-20 അധ്യയന വർഷം 1 മുതൽ 8-ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന കുട്ടികൾ പരീക്ഷ നടക്കാത്ത വിഷയങ്ങളിൽ 1-ാം ടേമിലെയും 2-ാം ടേമിലെയും പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറിൻ്റെ ശരാശരി പരിഗണിച്ച് വാർഷിക സ്കോറും ഗ്രേഡും കണക്കാക്കേണ്ടതാണെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പൂർണ്ണമായി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷാ ഫോറം പൂരിപ്പിക്കണം. അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്നതിന് സഹായം ആവശ്യമെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭ്യമാവണമെന്നില്ല. ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ചാണ് സ്കോളർഷിപ്പ് കുട്ടികൾക്ക് അനുവദിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യുന്നത്. ആയതിനാൽ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിർബന്ധമായും അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെ രേഖപ്പെടുത്തുന്ന അക്കൗണ്ടിൽ ഒരു തവണയെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെന്നും അക്കൗണ്ട് ഇപ്പോഴും ലൈവ് ആണെന്നും ഉറപ്പാക്കേണ്ടതാണ്. അപേക്ഷകൾ സ്കൂളിൽ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വരെയാണ്. കഴിഞ്ഞ വർഷം വരെ ITET സ്കൂളിൻ്റെ സ്കോളർഷിപ്പ് പോർട്ടലിലായിരുന്നു OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എൻ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ അതിനൊരു മാറ്റം വരികയാണ്. ഈ വർഷം പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ eGrants 3.0 എന്ന സൈറ്റിൽ കൂടിയാണ് ഈ വർഷം OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ എൻ്റർ ചെയ്യേണ്ടത്. അതിനായി ആദ്യം www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് തുറന്ന് ഒഫീഷ്യൽ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. SC, ST, OEC എന്നീ വിഭാഗങ്ങളുടെ ഡാറ്റ എൻട്രിക്കായി നിലവിൽ ഉപയോഗിക്കുന്ന യൂസർ നെയിം പാസ്വേഡും തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്. ഈ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം കാണുന്ന പേജിൽ വിദ്യാർത്ഥികളെ രജിസ്റ്റർ ചെയ്യുന്നതിനായി ആഡ് ന്യൂ സ്റ്റുഡൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭ്യമാകുന്ന വിൻഡോയിൽ ആധാർ രേഖപ്പെടുത്തിയ പ്രകാരമുള്ള വിദ്യാർത്ഥിയുടെ പേര്, ആധാർ നമ്പർ എന്നിവ എൻ്റർ ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് ആധാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സമ്പൂർണ്ണയിൽ രേഖപ്പെടുത്തിയത് പ്രകാരമുള്ള അഡ്മിഷൻ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് ഫ്രം സമ്പൂർണ്ണ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒട്ടേറെ വിവരങ്ങളുണ്ട്. ഇവിടെ എൻ്റർ ചെയ്യുന്ന വിവരങ്ങൾ പൂർണ്ണമായും ശരിയും രേഖകൾ പ്രകാരം ആധികാരികവുമാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് നമ്പർ, വരുമാനം, ജാതി തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിലെ പിഴവ് ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പിനെയും സ്കോളർഷിപ്പ് വിതരണത്തെയും സാരമായി ബാധിക്കും. അതുപോലെ അവിടെ കാണുന്ന ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നതിൽ നിലവിലെ ക്ലാസ്സിൽ പ്രവേശനം നേടിയ തീയതി 1/6/2020 എന്ന് എൻ്റർ ചെയ്താൽ മതിയാവും. ഇപ്രകാരം കുട്ടികളുടെ മുഴുവൻ വിവരങ്ങളും പൂർണ്ണമായി എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക. ഇതോടെ സ്കോളർഷിപ്പ് സംബന്ധിച്ചുള്ള വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും.
അതുപോലെ വിദ്യാർത്ഥിയുടെ മുൻ വർഷത്തെ ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് ശതമാനത്തിൽ രേഖപ്പെടുത്തുന്നതിനായി അപ്ഡേറ്റ് സ്റ്റുഡൻസ് മാർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭ്യമാകുന്ന വിൻഡോയിൽ ക്ലാസ്, കാറ്റഗറി എന്നിവ സെലക്ട് ചെയ്താൽ പ്രസ്തുത ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ OBC വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ലഭ്യമാകും. ഓരോ വിദ്യാർത്ഥിയുടെയും മുൻവർഷത്തെ മാർക്ക് ശതമാനത്തിൽ എൻ്റർ ചെയ്ത് സേവ് മാർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 80% കൂടുതൽ മാർക്ക് നേടിയവരെ മാത്രമേ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ എന്നതിനാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശം കർശനമായി പാലിച്ച് തന്നെ മാർക്ക് ശതമാനം കൃത്യമായി എൻ്റർ ചെയ്യേണ്ടതാണ്. ഇനി ഇവിടെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കണം. അതിനുവേണ്ടി അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭ്യമാകുന്ന വിൻഡോയിൽ സെലക്ട് സ്കീം എന്നതിൽ OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 1 to 10 എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഓരോ ക്ലാസും സെലക്ട് ചെയ്താൽ മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ലഭ്യമാകും. കുട്ടികളുടെ പേരിന് നേരെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അപേക്ഷകരുടെ ലിസ്റ്റ് പ്രിൻസിപ്പൽ ലോഗിനിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും. ഇതോടെ സ്കോളർഷിപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ശേഷം പ്രിൻസിപ്പൽ ലോഗിൻ അഥവാ HM ലോഗിൻ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ പ്രീ മെട്രിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭ്യമാകുന്ന വിൻഡോയിൽ സ്കീം എന്നതിൽ OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 1 to 10 എന്ന് സെലക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് നേരെയുമുള്ള വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്ത് റിമാർക്സായി OK എന്ന് രേഖപ്പെടുത്തി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപേക്ഷകരുടെ ലിസ്റ്റ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും. ഇതോടെ അപേക്ഷാ സമർപ്പണത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളും പൂർത്തിയാവും. ഇപ്രകാരം ഫോർവേഡ് ചെയ്ത ഡാറ്റ പിന്നീട് തിരിച്ചെടുക്കാനാവില്ല. ഏതെങ്കിലും വിദ്യാർത്ഥിയെ ഒഴിവാക്കി ക്ലർക്ക് ലോഗിനിലേക്ക് തിരിച്ചയക്കേണ്ടതുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്ത് ഇതേ ഓപ്ഷനിൽ റിമൂവ് സ്റ്റുഡൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് റിമാർക്സായി കാരണം രേഖപ്പെടുത്തി സേവ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സാധ്യമാകൂ. ഇനി സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഇവിടെ പങ്കുവെക്കാം. അഡ്മിഷൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയാൽ എങ്ങനെ തിരുത്താം എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി ചുവടെ രേഖപ്പെടുത്തും പ്രകാരം അഡ്മിഷൻ നമ്പർ തിരുത്താവുന്നതാണ്. അതായത് രജിസ്റ്റേർഡ് സ്റ്റുഡൻസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ക്ലാസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഡ്മിഷൻ നമ്പർ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ തെറ്റായി നമ്മൾ എൻ്റർ ചെയ്തതാണെങ്കിൽ അവിടെ പോയി തിരുത്താൻ പറ്റും. അതുപോലെ മറ്റൊരു ചോദ്യം ആധാർ ഇല്ലാത്ത കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാനാവുമോ എന്നുള്ളതാണ്. ആധാർ പ്രകാരം വിവരങ്ങൾ ശേഖരിക്കുന്നതിനാൽ ഇവിടെ ആധാർ നിർബന്ധമാണ്. മറ്റേ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു സംശയം സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാത്രം വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് എൻ്റർ ചെയ്താൽ മതിയാവുമോ? അങ്ങനെ പോരാ. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ പേരിലുള്ളതോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെയോ രക്ഷിതാവിൻ്റെയോ ചേർത്ത ജോയിൻ്റ് അക്കൗണ്ട് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? അതായത് കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, വിലാസം, രക്ഷിതാക്കളുടെ പേരുകൾ, ഭിന്നശേഷി വിവരം തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? അത് ചെയ്യാൻ സാധിക്കും. അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പായി അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന ഓപ്ഷനിൽ വിദ്യാർത്ഥിയുടെ പേര് സെലക്ട് ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് മേൽപ്പറഞ്ഞ വിവരങ്ങൾ തിരുത്താൻ പറ്റും. എന്നാൽ ജാതി, കാറ്റഗറി, ക്ലാസ് എന്നീ വിവരങ്ങൾ ഇപ്രകാരം എഡിറ്റ് ചെയ്യാനാവില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ അപേക്ഷ ഫോർവേഡ് ചെയ്തവരുടെ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ ഫോർവേഡ് ഓപ്ഷൻസിൽ സെലക്ട് സ്കീംസ്, കോഴ്സ്, അക്കാദമിക് ഇയർ തുടങ്ങിയ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് സ്റ്റുഡൻസ് ലിസ്റ്റ് അവിടെ കാണാൻ സാധിക്കും. ഇനി ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായാൽ egrants3.0helpline@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാവുന്നതാണ്. OBC പ്രീ മെട്രിക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഡാറ്റ എൻട്രി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്